മഞ്ജരി ചേച്ചി, യെസ് ഡാർലിംഗ്. ശരത് സർ, ഷാനിക, എന്തോ തുടങ്ങി ഇനി വർത്താനം പറയാൻ പറ്റില്ല. Okay. അടുത്ത പെർഫോമൻസിലേക്ക് പോകണ്ടേ? തീർച്ചയായിട്ടും. Yes. പക്ഷേ അടുത്ത പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഗീത ലോകത്തെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകത ഉള്ള ഒരു ദിവസമാണെന്ന്. കാരണം നമ്മുടെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ ഒരു വലിയൊരു മാജിക് ആണ് വർഷങ്ങൾക്ക് മുൻപ് നടന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം. ആ മാജിക് എന്താ നമുക്ക് കാണാം. Yes. എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും. എക്സൈറ്റഡ്. Yes. ഓക്കെ. 1969 ഒക്ടോബർ മാസം 3-ാം തീയതി കൊല്ലം കടപ്പാക്കട ആശ്രാമത്ത് സെയിൽസ് ടാക്സ് കമ്മീഷണറായിരുന്ന വാസുദേവനും അധ്യാപികയായ ആദ്യത്തെ ആൺകുട്ടി Sir, this is you? എന്റെ സിനിമയിലെ സീനാണ്. ബാല്യത്തിൽ സുജിത്തിന് സംഗീതത്തിലെ ആദ്യ അറിവുകൾ പകർന്നു നൽകി AI. അമ്മ ആദ്യ ഗുരുവായി. ജീവിക്കാൻ വയ്യാതായി. കാറാണോ അത്? ഒപ്പം സുജിത്തിന്റെ മാമനും നാട്ടിലെ അറിയപ്പെട്ടിരുന്ന സംഗീതജ്ഞനുമായ രാജൻ ലാലും സുജിത്തിനെ സംഗീതം അഭ്യസിപ്പിച്ചു. വിഖ്യാത സംഗീതജ്ഞൻ എം ബാലമുരളികൃഷ്ണയുടെ കടുത്ത ആരാധകരായിരുന്നു സുജിത്തും കുടുംബവും. ഒരിക്കൽ മാമൻ ഷാജിലാലുമൊത്ത് ബാലമുരളികൃഷ്ണയുടെ കച്ചേരി കാണുവാൻ പോയ സുജിത്തിന് അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും ബാലമുരളികൃഷ്ണയുടെ മുമ്പിൽ പാടുവാനും അവസരം ലഭിച്ചു. സുജിത്തിന്റെ പാട്ടിൽ ആകൃഷ്ടനായ ബാലമുരളികൃഷ്ണ സുജിത്തിനെ മദ്രാസിലേക്ക് കൊണ്ടുവന്നാൽ സംഗീതം പഠിപ്പിക്കാം എന്ന വാക്ക് നൽകി. അത് ആ കുടുംബത്തെ വലിയ സന്തോഷത്തിലാക്കി. പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം വലിയ സ്വപ്നങ്ങളുമായി സുജിത്തും അനിയൻ രഞ്ജിത്തും മദ്രാസിലേക്ക് വണ്ടി കയറി. മദ്രാസിലെത്തിയ ആദ്യകാലങ്ങളിൽ ബാലമുരളികൃഷ്ണയുടെ തിരക്കുകൾ കാരണം സുജിത്തും അനിയനും പ്രശസ്ത സംഗീതജ്ഞൻ BA ചിദംബരനാഥിന്റെ ശിക്ഷണത്തിൽ സംഗീത പഠനം തുടരുകയും അത് സാക്ഷാൽ പ്രേം നസീറും P ലീലയും അടക്കമുള്ള പ്രഗത്ഭരുടെ മുന്നിൽ സംഗീത അരങ്ങേറ്റം നടത്തുവാൻ കാരണമാവുകയും ചെയ്തു. വർഷം 1990. മലയാള സിനിമാ സംഗീതം അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയം. മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ TK രാജീവ് കുമാറിന്റെ ക്ഷണക്കത്ത് സ്വീകരിച്ചെത്തി ആകാശദീപമായി തുടങ്ങി പിന്നീട് മംഗളങ്ങൾ അരുളി മധുരമയമാം രാഗം തീർത്ത സംഗീത പുണ്യൻ സുജിത്ത് എന്ന നമ്മുടെ സ്വന്തം ശരത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി രാഗങ്ങളുടെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ കൊണ്ടും താളമേളങ്ങളുടെ പരീക്ഷണങ്ങൾ കൊണ്ടും ഉപകരണ സംഗീത വിന്യാസത്തിലെ പുതുമകൾ കൊണ്ടും സംഗീത ലോകത്ത് തന്റേതായ ഇരിപ്പിടം സൃഷ്ടിച്ച സംഗീത സംവിധായകൻ, തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രതിഭാധനൻ, മലയാളികൾക്ക് സംഗീതത്തിലെ സംഗതികളെ പരിചയപ്പെടുത്തിയ സംഗീതജ്ഞൻ, മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരമടക്കം ശരത്തിനെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങളാണ്. പുതുതലമുറ പാട്ടുകാരുടെ പാട്ടുകളെ സസൂക്ഷ്മം വിലയിരുത്തി അവരുടെ സംഗീതയാത്രയ്ക്ക് ശക്തി പകർന്ന സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ പ്രധാന വിധികർത്താവ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സംഗീതത്തിന്റെ പല മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാലിച്ച് അനസ്യൂതം സംഗീതയാത്ര തുടരുന്ന നമ്മുടെ സ്വന്തം ശരത് സാറിന് സൂപ്പർ സ്റ്റാറിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ശരത് സാർ. മനുഷ്യ ശരത് സർ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ലവ് യു ടു. താങ്ക് യു. സർ, ഇനി കുറച്ച് വിഷസ് കൂടെ ഉണ്ട് സാറിന്. ഓക്കെ, നമുക്ക് കാണാം. പിന്നെന്താ? ബർത്ത്ഡേ അണ്ണാച്ചി. വയസ്സ് കൂടിക്കൊണ്ട് വരുവാണല്ലേ അണ്ണാച്ചിക്ക്. വിവരം കൂടിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് whatever it is, very happy birthday to you. I love you, man. എനിക്ക് ശരത്തിന്റെ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് I always cherish. മലർ സായക ധാരേ ദരദാ നാരരാ ദരരാരാ തരരാന താരാരജനി
ഗംഗകൾ മലർ സായകം താരേ തരത. Happy birthday, Annachi, once more. Thank you, darling. Hello, Sharateta. A Amen. very, very happy birthday. And അമ്മേ God bless you. അമ്മയുടെ Love you. പ്രസിഡന്റ് Mwah. ഹാപ്പി ബർത്ത്ഡേ ശരത്തെ. അയ്യോ നമ്മുടെ സെറ്റില് നല്ലോണം ആഘോഷിക്കുകയാണെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരത് വൺ ഓഫ് ദി ഫൈനസ്റ്റ് മ്യൂസീഷ്യൻസ് ഇൻ ദ കൺട്രി മാത്രമല്ല ഹോൾ വേൾഡിൽ തന്നെ പറയാം. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ളൊരു മ്യൂസീഷ്യനാണ്. ആൻഡ് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരത്ത് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ തേടിപ്പോവും. എവിടെയൊക്കെ ശരത്ത് ഉണ്ട് അവിടെ പോയി. എന്തിനാ, വേറൊന്നിനും അല്ല, ശരത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ. അത് അയ്യോ, നമ്മള് ആ ഹോൾ ഏരിയ ശരത്ത് ചിരി കൊണ്ട് ഇങ്ങനെ പൊതിയും. ഞാൻ അത് തേടി പോവാറുണ്ട്. ആൻഡ് ഞങ്ങൾ ഒരുപാട് ഷൂട്ട്സിന് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. അധികം പാട്ട് ശരത്തിന്റെ ഞാൻ പാടിയിട്ടില്ലെങ്കിലും പാടിയ പാട്ടൊക്കെ ഉഗ്രം പാട്ടുകളാണ്. ആൻഡ് ശ്വേത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ശരത്തിന്റെ ശ്വേതയെ പാടിച്ചു. അത് എനിക്ക് ശരത്തിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നിശാ സുരഭി എന്ന് പറഞ്ഞ പാട്ട്. ആൻഡ് എന്നെ പോലെ തന്നെ മേ ബി എൻ്റെ അടുത്തുള്ള സ്നേഹത്തിനെ കാട്ടും സ്നേഹം ശരത്തിന് മറ്റൊരാളോടാണ്. Many happy returns of the day and wish you a very, very long musical journey with a lot of humor and fun. ഞാനും ശരത്തിന്റെ കൂടെ കുറെ തമാശകൾ പങ്കിടാൻ ചേരുന്നതാണ്. രണ്ടുപേരും മത്സരിച്ച് തമാശ പറയാനാണ് നമ്മൾ നോക്കുന്നത്. അവസാനത്തെ ശരത്തിനെ തമാശക്കാരനാക്കി. കാരണം ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യണം അതാണ്. ഓഫ് കോഴ്സ് ആസ് എ മ്യൂസീഷ്യൻ, ഹാറ്റ്സ് ഓഫ് ആൻഡ് ലവ് യു സീത ആൻഡ് മോള്. ഹാപ്പി ബർത്ത്ഡേ അഗൈൻ. നമസ്കാരം, ഞാൻ ടി കെ രാജീവ് കുമാർ, ചലച്ചിത്ര സംവിധായകൻ. ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധാനമായ ശരത്തിൻ്റെ പിറന്നാളാണ്. ശരത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക് യു. ഈ പിറന്നാൾ ദിവസം 1996 മദ്രാസിൽ വെച്ച് ശരത്തിനെ കണ്ടത് ഞാൻ ഓർക്കുന്നു. ശരത്തിനെ കാണുന്നതിന് മുമ്പ് ശരത്തിൻ്റെ സംഗീതമാണ് ഞാൻ ആദ്യം കേട്ടത്. ശരത്തിനെ കണ്ട ആ നിമിഷം തന്നെ എൻ്റെ അടുത്ത ചിത്രമായ ക്ഷണക്കത്തിൻ്റെ സംഗീതം ശരത്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നുകയായിരുന്നു. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനും ഒരു സംവിധായകനുമായിട്ടുള്ള ബന്ധം, പിന്നീട് എൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും സംഗീത സംവിധാനം ശരത്ത് തന്നെയായിരുന്നു. ഞാൻ ശരത്തും വീണ്ടും ഒരു സിനിമ ചെയ്യുവാനുള്ള സാധ്യത ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ശരത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. ശരത്തിനും ശരത്തിൻ്റെ കുടുംബത്തിനും എല്ലാ നന്മകളും. താങ്ക് യു. പല വേദികളിലും ഈ പാട്ട് പാടുമ്പോഴും അല്ലാത്തപ്പോഴും എന്നെ ഐസാക്കിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ശരത്തിന് എൻ്റെ ഒരു 100 ജന്മദിനാശംസകൾ. അമൃത TV ശരത്തിൻ്റെ ബർത്ത്ഡേ വലിയൊരു ആഘോഷമായിട്ട് നടത്തണമെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതിലൊരു പാർട്ടാവാൻ കഴിഞ്ഞാൽ ഞാനും സന്തോഷിക്കുന്നു. എന്തായാലും നല്ലൊരു വർഷമാകട്ടെ. ശരത്ത് അർഹിക്കുന്നതെല്ലാം ദൈവം കൊണ്ടു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. സംഗീതത്തിന്റെ മഹാമാതൃകൻ ശ്രീ ശരത് സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. പാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പി ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാൻ കനി വീഴ്ത്തുവാൻ ഇനി
ഞൊടികളിൽ ഇളവേൽക്കാൻ മോഹം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശരത് സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ശരത് സാർ. ശ്രീരാഗമോ തേടുന്നു നീ വീണകൻ പൊൻതന്ത്രിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. ശരത് സർ സന്തോഷായോ? കൊറേ. എന്നാ വാ, ഇനി നമുക്ക് മധുരം കഴിക്കണ്ടേ, കേക്ക് മുറിക്കണ്ടേ? ആണോ? എന്നാ വാ ശരത് സാർ വാ. പൊന്നായ ഹാപ്പി ബർത്ത്ഡേ ശരത് സാർ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാദ്രമാ. കേക്ക് മുറിക്കാൻ അങ്ങ് റെഡിയായി വന്നേക്കുവാ. അങ്ങനെ പെട്ടെന്നൊന്നും കേക്ക് തരുന്നില്ല. ഇപ്പൊ ഇത്രയും ബർത്ത്ഡേ വിഷസ് കേട്ടല്ലോ. അപ്പൊ ഇന്ന് ഒരാള് കൂടെ ഉണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ നേരിട്ട് വന്നിട്ടുണ്ട്. ആരായിരിക്കും? വൈഫാണോ? എന്റെ ഭാര്യ ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിച്ചു? അതെ, തിരിഞ്ഞു നോക്കരുത് കേട്ടാ. കണ്ണടച്ചിക്ക്, കള്ളത്തരം കാണിക്കല്ലേ, കണ്ണടച്ചിക്ക്. ശരത് സാറിന്റെ ബർത്ത്ഡേക്ക് നേരിട്ട് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നേ. നോക്കാതെ പറ. നോക്കരുത്. ഭയങ്കര നാറ്റം. അയ്യേ, എന്നത് പറയേ. കിട്ടുന്നില്ല. പിന്നെ നോണ തിരിഞ്ഞു നോക്കരുതേ. ഇത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എത്ര വർഷത്തെ പരിചയം എന്നിട്ട് മനസ്സിലാവുന്നില്ലേ? കയ്യിലൊന്ന് ശരിക്കും തൊട്ട് നോക്ക്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഒരു പാട്ടുകാരനാണ് സാറിന് വേണ്ടി പാടിയതാണ്. നിങ്ങളുടെ ഓൺ സ്ക്രീൻ ഭാര്യ. നീ ചിരിക്കാതെ നിന്റെ വയറിന്റെ ഒന്ന് ഗസ് ചെയ്യ് സർ. ഭയങ്കര പ്രതീക്ഷയിലാട്ടോ. മനസ്സിലായില്ലേ? ശരിക്കും അല്ല, ഞാൻ വിചാരിച്ചത് മധുവായിരിക്കും. ഈ അത്ര ഫോണുണ്ട് കയ്യില്, അവനെ ഫുൾ ഫോണും കൊണ്ട് നടക്കുന്നത്. അണ്ണാച്ചി ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കൊച്ചിയില്. താങ്ക് യു സർ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ജന്മദിനത്തിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. എല്ലാവർക്കും. ഞങ്ങൾ എന്ന് തുടങ്ങിയതല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ ജേണിയെ കുറിച്ച് ശ്രീകുട്ടൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. അതെ, സത്യം. അല്ല, ഒരുപാട് വർഷം മുമ്പ് മദ്രാസ് തൊട്ടുള്ള എത്രയോ ഓർമ്മകളാണ് ഞങ്ങൾക്ക്. എത്രയോ പാട്ടുകൾ പാടി. ഇപ്പൊ തന്നെ ലാസ്റ്റില് ശ്യാം സാർ ഈണം നൽകി. ശരത്ത് അണ്ണാച്ചി, ഞാൻ അണ്ണാച്ചി എന്ന് വിളിച്ചോട്ടെ. അണ്ണാച്ചി ഉഗ്ര ഒരു പാട്ട് ഇപ്പം ലാസ്റ്റിലെ 2 മാസത്തിന് മുമ്പ് പാടി. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു കലാകാരന്റെ ഒരു ജന്മദിനത്തില് എനിക്ക് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് തോന്നിയോണ്ട് വന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു 4 പേര് ഞാൻ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനിയും ഒരുപാട് ശ്രീരാഗങ്ങൾ പിറക്കാൻ വേണ്ടി. കണ്ണനെ കാണാതെനിക്കു വയ്യ, കണ്ണന്റെ നാമം പാടാതെ വയ്യ, കൈയൊന്നു കൂപ്പി തൊഴാതെ വയ്യ, കളഭപ്രസാദം തൊടാതെ വയ്യ, കണ്ണനെ കാണാതെനിക്കു വയ്യ, കണ്ണന്റെ നാമം പാടാതെ വയ്യ, കൈയൊന്നു കൂപ്പി തൊഴാതെ വയ്യ, കളഭപ്രസാദം തൊടാതെ വയ്യ. ഗുരുവായൂർ പോകാതെനിക്കു വയ്യ, തിരുവാകച്ചാർത്ത്
കാണാതെ വയ്യ, നാലമ്പലത്തിൽ ചെല്ലാതെ വയ്യ, നാരായണീയം ചൊല്ലാതെ വയ്യ, കണ്ണനെ കാണാതെ നീക്കു വയ്യ, കണ്ണൻ്റെ നാമം പാടാതെ വയ്യ, കൈയൊന്നു കൂട്ടി തൊഴാതെ വയ്യ, കളഭപ്രസാദം തൊടാതെ വയ്യ. കണ്ണനെ താങ്ക് യു. ഇത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം വെച്ചാൽ ഇസ് എ ജീനിയസ്, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും സംഗീതജ്ഞരാണ്, എങ്കിലും അണ്ണാച്ചിയുടെ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. സത്യം, അത് നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല. വേണേ പുകഴ്ത്തണോ? വേണ്ട വേണ്ട വേണം വേണം, ഒരു ശകലം പുകഴ്ത്തിക്കോട്ടെ പ്ലീസ്. ഒന്ന് പുകഴ്ത്തിക്കോട്ടെ കേട്ടോ, ഈ ശ്രുതി തന്നെ കേട്ടോ. അണ്ണാച്ചി ഇതിപ്പോ ഞാൻ സമത്തിനല്ലേ എടുത്തേ, ഒന്ന് ബിഫോർ എടുത്തോട്ടെ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അണ്ണാച്ചിയെ കാണാതെ നീക്കു വയ്യ, അണ്ണാച്ചി സുന്ദര ശ്രീരാഗമാ, അണ്ണാച്ചി സംഗീത കുലപതിയ, അണ്ണാച്ചി ഒന്നൊന്നര അണ്ണാച്ചിയ, അണ്ണാച്ചി ഒന്നൊന്നര അണ്ണാച്ചിയ. അത് കാലക്കി. അല്ല ശരത് സർ, എന്തായാലും നമ്മൾ ഒരുപാട് നമ്മുടെ എപ്പിസോഡുകളിൽ എം ജി സാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്ര അടുത്ത് ഇന്ന് ഈ ബർത്ത്ഡേക്ക് നിൽക്കുമ്പോ സാറും എന്തായാലും എം ജി സാറിനെ കുറിച്ച് പറയണം. ഇപ്പൊ നമ്മളിവിടെ ഈ ഷോ നടക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആണെങ്കിലും ആ കുട്ടികളെ ഒന്ന് അണ്ണന്റെ പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം സത്യമാണ്. അത് പിന്നെ അണ്ണൻ സംസാരിക്കുന്ന രീതിയും, പിന്നെ ഇപ്പോൾ ഒരു ജഡ്ജിങ് പാനലിലാണെങ്കിലും അടുത്തിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു, അത് മാത്രമല്ല ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കും അല്ലാത്ത സമയങ്ങളിലും. അത് കുറേ സന്തോഷം. പിന്നെ അദ്ദേഹം പാടിയേക്കുന്ന പാട്ടുകൾ പറയാതിരിക്കാൻ വയ്യ, ഒരു അസാധ്യമായിട്ടുള്ള കുറേ നമ്പറുകൾ. അത് സോഫ്റ്റ് ആയിട്ടുള്ള ഏതരം ജോണർ ആണെങ്കിലും അണ്ണന്റെ കയ്യിൽ അത് ഭദ്രമാണ്. അപ്പൊ അണ്ണനെ കണ്ടതിൽ കുറെ സന്തോഷം. ഞാൻ സത്യം ഞെട്ടിപ്പോയി. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞെട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ടുള്ളൂ ഒരാളെ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരത് സർ കേക്ക് മുറിക്കുന്നതിന് മുന്നേ നമ്മുടെ അമൃത ടിവിയുടെ വക ഒരു സ്നേഹാദരവുണ്ട്. അതിനായി ഞാൻ നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, സിന്ധു ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ ശരത് സർ. താങ്ക് യു. സൂപ്പർ സ്റ്റാറിൻ്റെ സീനിയറിലും സൂപ്പർ സ്റ്റാറിൻ്റെ ജൂനിയറിലും നമ്മോടൊപ്പം ശരത് സാർ ഉണ്ട്, എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. അമൃത ടി വിയുടെയും എല്ലാവരുടെയും ഫുൾ സൂപ്പർ സ്റ്റാർ സീനിയർ ടീമിൻ്റെ ജന്മദിനാശംസകൾ. അമൃത ടിവിയുടെ സ്നേഹാദരവ്. ഹാപ്പി ബർത്ത്ഡേ ശരത് സർ. ശരത് സാറിൻ്റെ പിറന്നാളായിട്ട് ശരത് സാറിനെ വിഷ് ചെയ്യാൻ ഓടിയെത്തിയ എം ജി സാറിനും ഞങ്ങളുടെ ഒരു വലിയ താങ്ക്സ്. എന്നാലും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, സാറ് ഫ്രീ ആണോ, ഞങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരുമോ എന്ന് ചോദിച്ച ഉടനെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല, ഞാൻ ഓടിയെത്തും. പിറന്നാൾ വിഷ് ചെയ്യാൻ ഞാൻ എന്തായാലും ഓടിയെത്തും. സൂപ്പർ സ്റ്റാർ സീനിയറിലെ കുട്ടികളെ വിഷ് ചെയ്യാനും സാറിനെ വിഷ് ചെയ്യാനും സാർ ഓടിയെത്തും എന്ന് പറഞ്ഞ് സാറ് സമയത്ത് തന്നെ എത്തി. ഒത്തിരി താങ്ക്സ് സർ. താങ്ക് യു. അമൃത ടി വിയുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി താങ്ക്സ്. താങ്ക് യു. നമുക്ക് എന്തെങ്കിലും കൊടുത്താലോ? നമുക്ക് നമ്മുടെ മൂന്ന് ശരത് സാറിന്റെയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ തരേണ്ടി വരും. തരാട്ടോ. എന്താണ് ഈ പെട്ടി എടുത്തുകൊണ്ട് വരാനുള്ള ഉദ്ദേശം? അതായത് ഒരു ബർത്ത്ഡേയും നഷ്ടമാവരുതല്ലോ, ലാഭകരമാവണം. അതുകൊണ്ട് മഞ്ജരി ഞാനും തീരുമാനിച്ചു ഒരു പെട്ടി നിറയെ പണം
പുള്ളിക്ക് കൊടുക്കാം അല്ലേ മഞ്ജരി? അതെ. അല്ലേ? അതിനെ എന്താ പറയാനുള്ളത്? എനിക്ക് അതിന് യോജിപ്പേ ഉള്ളൂ. അപ്പൊ പണം നിറച്ച ഈ പെട്ടി നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് കൈമാറും. ഞങ്ങൾക്ക് ഇത് തരാനുള്ളൂ. സൂക്ഷിക്കണേ. തീർച്ചയായിട്ടും കാര്യം വളരെ സൂക്ഷിക്കുക. എന്റെ പെട്ടിയായിരുന്നു. അല്ല, ഒരു ടിക്കറ്റ് കൂടെ കൊടുക്കായിരുന്നല്ലോ. സ്വന്തം പെട്ടിയാ. സർ ഇവിടെ അപ്പൊ മൂന്ന് അണ്ണാച്ചി പെട്ടി- നേരത്തെ മനസ്സിലായില്ലേ? പിന്നെ യവന്മാര് കള്ളന്മാരെ എനിക്ക് അറിഞ്ഞു. ഇവിടെ 3 പെട്ടികളുണ്ട് കടങ്ങളും സർ. പ്രാരാബ്ദങ്ങളും നിറഞ്ഞ പെട്ടിയുമായി വീണ്ടും ശരത് സർ. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. ആവാം. ഓക്കെ, അപ്പൊ ശരത് സാറിന്റെ ബർത്ത്ഡേ നിപ്പ് കേക്ക്. കണ്ടിട്ട് എനിക്കത് കേട്ടു. മുണ്ടു കൊടുത്തു. സർ പറയൂ, കേക്ക് കൊണ്ടുവരാൻ പറയൂ കേക്ക് കൊണ്ടുവരൂ. പ്ലീസ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Come on. Happy birthday to you. Come on. Happy birthday to you. Happy birthday to you. Happy birthday to you. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം. താലോലം തൈ തൈ താളം താളത്തിൽ ചൊല്ലി ചൊല്ലി കുഞ്ഞി കാലു പിച്ച പിച്ച വയ്ക്കും കാലം തുമ്പപ്പൂവിലോട് തുമ്പി തുള്ളാൻ വന്നു വേനൽ കിനാവ് പോൽ പൂവിട്ടു കൊന്നകൾ ഈ ജീവശാഖിയിൽ മാഗന്ധശാഖിയിൽ പാടി കുയിൽ വീണ്ടും. ഓ, താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും ഒരുപാട് സന്തോഷം. അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ പോകട്ടെ. സ്ഥിരം പരിപാടി.